നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ മുതിരുന്നത്. അത് മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പ് എന്നൊരാശയമാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 7.5 പതിറ്റാണ്ടിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രമേയത്തെക്കുറിച്ച് പിന്നെയും പറയേണ്ടി വരുന്നു എന്നത് വാസ്തവത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ഒക്കെ ചരിത്രം, ജീവിതം എത്രമേൽ ദൗർഭാഗ്യകരമായ പതനത്തിലെത്തി എന്നതിൻ്റെ തെളിവാണ്. ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി സങ്കല്പിക്കപ്പെട്ട കാലം മുതൽ മതനിരപേക്ഷത എന്ന ആശയം ഈ രാഷ്ട്രത്തിൻ്റെ ആധാരതത്വങ്ങളിലൊന്നായിട്ടാണ് വിഭാവനം ചെയ്യപ്പെട്ടത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷതയുടെ പൂർണ്ണമായ ഉള്ളടക്കത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം എത്തിപ്പെട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴാകട്ടെ ഒരു രാഷ്ട്ര സംവിധാനത്തെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളിലും മതനിരപേക്ഷത ദുർബലമാവുകയും അത് നിയമനിർമ്മാണ സഭയാകട്ടെ, ഭരണനിർവഹണ സംവിധാനമാകട്ടെ, നീതിന്യായ സംവിധാനമാവട്ടെ, ഇതെല്ലാം അടിസ്ഥാനപരമായി മതനിരപേക്ഷതയുടെ തത്വങ്ങളെ കൈവെടിഞ്ഞ് മതാധികാരവും മതരാഷ്ട്രപരവുമായ യുക്തികളിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ആധാരശിലയായി തീരേണ്ട തത്വത്തിൻ്റെ ഒരു നിലയ്ക്കുള്ള തലതിരിയലിൻ്റെ ഉച്ചസ്ഥാനത്ത് വെച്ചാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്നത്. വളരെ വ്യാപ്തിയുള്ളൊരു വിഷയമാണ്. ഞാൻ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടുതൽ സമയമെടുത്ത് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അത്രയും വിശദമായ പ്രതിപാദനത്തിന്, അവതരണത്തിന് ഇവിടെ സമയം ഇല്ല എന്നതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രം സവിശേഷമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അത് മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പ് എന്നതിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? വേറൊരു നിലയ്ക്ക് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വേരോടി നിൽക്കുന്ന, വളരെ ആഴത്തിൽ വേരോടി നിൽക്കുന്ന വർഗീയത, അതിൻ്റെ സ്രോതസ് എന്താണ്? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാൻ കഴിയുക? ഈ ഒരാശയം മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വർഗീയതയ്ക്കെതിരായ നമ്മുടെ വലിയ പ്രതിരോധങ്ങൾ പല രൂപത്തിൽ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. ഈ പ്രതിരോധങ്ങളുടെ ഒരു തലം വർഗീയ വീക്ഷണങ്ങൾ വച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സംഘടനകളോടുമുള്ള വിമർശനവും എതിർപ്പും എന്ന നിലയിലാണ്. RSSൻ്റെ 100-ാം വാർഷികമാണ്. ഹിന്ദു മഹാസഭയുടെ 110 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അനുബന്ധ രൂപത്തിൽ സംഘപരിവാർ എന്ന് വിളിക്കാവുന്ന സംഘടനകളുടെ ഒരു വിപുല വ്യൂഹം തന്നെ നിലവിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വിപുല വ്യൂഹത്തിൻ്റെ പരിസരമുണ്ടതുകൊണ്ട് അതിനോരോന്നിനോടും എതിരായ വിമർശനങ്ങൾ എന്ന നിലയിൽ വർഗീയതയ്ക്കെതിരായ സമരത്തെ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നണികൾ രൂപപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ അതിനെ മുൻനിർത്തിയുള്ള പല പരിശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിലെ വർഗീയതയുടെ പ്രത്യയശാസ്ത്ര വ്യവഹാരം എന്ന് പറയാവുന്ന ബ്രാഹ്മണികമായ മൂല്യവ്യവസ്ഥയ്ക്കെതിരായ വിമർശനങ്ങളും സമരങ്ങളുമാണ്. അത് മറ്റൊരു നിലയിൽ ഇന്ത്യയിലെ നവോത്ഥാന കാലം മുതൽ ഇന്ത്യയിലെ കീഴാള പ്രസ്ഥാനങ്ങൾ, മറ്റ് പലതരത്തിലുള്ള പുരോഗമന വീക്ഷണം വച്ച് പുലർത്തുന്ന ആളുകൾ ഈ ബ്രാഹ്മണിക മൂല്യങ്ങൾക്കെതിരായ മഹാത്മാ ഫൂലെയെ പോലെയോ അയ്യങ്കാളിയെ പോലെയോ അല്ലെങ്കിൽ ഗുരുവിനെ പോലെയുള്ള ആളുകൾ മുതൽ അംബേദ്കർ അടക്കമുള്ളവരിലേക്ക് തുടരുന്ന ബ്രാഹ്മണിക വിമർശനത്തിൻ്റെ ഒരു തലം, ഒരു ചരിത്രധാരയുണ്ട്. ആ ധാരയുടെ തുടർച്ചയിൽ നിന്നുകൊണ്ട് ബ്രാഹ്മണ്യത്തിനെതിരായ വിമർശനത്തെ വർഗീയതാ വിമർശനത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന മറ്റൊരു സമീപനവും നമുക്ക് കാണാം. ഞാനിത് രണ്ടും തെറ്റാണെന്നോ അല്ലെങ്കിൽ അസ്ഥാനത്താണെന്നോ പറയുകയല്ല. നിശ്ചയമായും വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 രൂപങ്ങൾ തന്നെയാണ് അവ. ഇതുകൂടാതെ തെരഞ്ഞെടുപ്പുകളുടെ സന്ദർഭത്തിലും മറ്റും മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒത്തുചേർന്ന് വർഗീയതയ്ക്കെതിരായ വിശാലമായൊരു ഐക്യമുന്നണി രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചിലപ്പോഴൊക്കെ അത് വിജയിക്കുകയും ചിലപ്പോഴൊക്കെ അത് വേണ്ടത്ര വിജയിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വർഗീയതയ്ക്കെതിരായ നമ്മുടെ സമരത്തെ ഈ 3 പ്രതലങ്ങളോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, രാഷ്ട്രീയ മണ്ഡലത്തിലെ
മതനിരപേക്ഷ കക്ഷികളുടെ യോജിപ്പും ചെറുത്തുനിൽപ്പും എന്നത്, 2 വർഗീയ സംഘടനകൾക്ക് എതിരായ നിരന്തരമായ പ്രതിരോധങ്ങൾ, സമരങ്ങൾ, വിമർശനങ്ങൾ എന്നത്, 3 ബ്രാഹ്മണികമായ മൂല്യവ്യവസ്ഥയ്ക്കെതിരായ സമരങ്ങൾ എന്നത്. ഇത് 3ഉം ഇന്ത്യയിൽ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. ഈ 3 തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ശേഷവും പക്ഷേ ഇന്ത്യൻ വർഗീയത ദുർബലപ്പെടുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. അത് പല നിലയിൽ കൂടുതൽ വേരാഴ്ത്തി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം, ഇന്ത്യൻ വർഗീയതയുടെ സ്രോതസ്സിനെ അതിൻ്റെ ആവിഷ്കാര രൂപങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ അതിൻ്റെ പ്രത്യയശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രാഹ്മണ്യത്തോടോ ബന്ധപ്പെടുത്തിയുള്ള വിമർശനം കൊണ്ട് മാത്രം നമുക്ക് ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരായ ഒരു ശരിയായ വിമർശനത്തെയോ പ്രതിരോധത്തെയോ രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ അടിസ്ഥാനപരമായ 2 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഇന്ത്യയിലെ വർഗീയ പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളിലല്ല എന്ന കാര്യമാണ്. രാഷ്ട്രീയ രൂപങ്ങളില്ല എന്നല്ല, മറിച്ച് വർഗീയതയുടെ ആവിഷ്കാര രൂപങ്ങളായ സംഘടനകളെയോ അല്ലെങ്കിൽ അവയുടെ ആവിഷ്കാര അനുബന്ധ രൂപങ്ങളെയോ എതിർത്തത് കൊണ്ട് മാത്രം അവ ഇല്ലാതായാൽ പോലും വർഗീയത ഇല്ലാതാകാത്ത മട്ടിൽ ഇന്ത്യയിൽ വർഗീയതയ്ക്കൊരു വേരുണ്ട്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ദേശീയതാ വ്യവഹാരം എന്ന് വിളിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിനുള്ളിൽ തന്നെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയതാ വ്യവഹാരത്തിൻ്റെയും ചരിത്രത്തിനുള്ളിൽ തന്നെ വർഗീയതയുടെ വളരെ ആഴമേറിയ ചില അടിയടരുകളുണ്ട്. അത് വളരെ ഗൂഢാലോചന നടത്തി നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ഇന്ത്യൻ ആധുനികതയുടെ രൂപപ്പെടലുമായി ബന്ധപ്പെട്ട ചില പ്രവണതകളുടെ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയാവുക എന്ന് തോന്നുന്നു. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ദേശീയതാ സങ്കല്പം രൂപപ്പെട്ടു തുടങ്ങുന്ന സമയത്ത് ആ കാലത്ത് തന്നെ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള, എന്താണ് ഇന്ത്യ എന്നതിനെക്കുറിച്ചുള്ള 2-3 തരത്തിലുള്ള നെറേറ്റീവുകൾ ഉണ്ടാവുന്നുണ്ട്. അതിലാദ്യത്തേത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ രൂപപ്പെടുത്തുന്ന ഒരു വീക്ഷണഗതിയാണ്. ഞാനതിൻ്റെ സാങ്കേതിക വിശദാംശങ്ങൾ അധികം പറയാതെ സൂചിപ്പിക്കാം. നമ്മളതിന് ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നെല്ലാം പറയും. സാമ്രാജ്യത്വ ചരിത്രം ഇന്ത്യയുടെ ഭൂതകാലത്തെ പ്രാകൃതവും അന്ധവിശ്വാസപരവും ഒക്കെയായി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ആകമാനം പരിഷ്കാരത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കുന്ന ഒരു ശക്തിയാണ് തങ്ങൾ എന്ന സാമ്രാജ്യത്വത്തിൻ്റെ വീക്ഷണത്തെ സാധൂകരിക്കാൻ പോകുന്ന മട്ടിൽ ഇന്ത്യൻ ഭൂതകാലത്തെ അവതരിപ്പിച്ച ഒരു ധാരയാണ് അത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പുസ്തകം നിങ്ങൾക്കൊക്കെ ചില നിലയ്ക്ക് കേട്ട് പരിചയം ഉണ്ടാവും. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിൽ 1818 പുറത്തു വന്ന സർ ജെയിംസ് മിൽ എന്നു പേരായ ഒരാളുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിലാണ് ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായി വകതിരിക്കുന്ന ആദ്യത്തെ ശ്രമം നടക്കുന്നത്. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ എന്ന്, മധ്യകാല ഇന്ത്യയെ മുസ്ലിം ഇന്ത്യ എന്ന്, അതിനുശേഷമുള്ള കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് തരംതിരിച്ച് ഇന്ത്യൻ ഭൂതകാലം 2 മതങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് എന്ന നിലയിൽ പ്രാചീന ഭാരതത്തെ, മധ്യകാല ഭാരതത്തെ മതവൽക്കരിക്കുന്ന പണി ആദ്യം ചെയ്യുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാരാണ്. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, ഈ മതാത്മകമായ ഭൂതകാല ക്രമങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ വലിയ വൈരുദ്ധ്യങ്ങളിലാണ് നിലനിന്നത് എന്നും വാദിക്കപ്പെട്ടു. അഥവാ ഹിന്ദു മുസ്ലിം സംഘർഷം എന്ന അടിസ്ഥാന യുക്തിയും ഇന്ത്യയുടെ ഭൂതകാലത്തിൽ ആരോപിക്കപ്പെട്ടു. ഇങ്ങനെ 2 അടിസ്ഥാന സമീപനങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യത്വ ചരിത്രം ഇന്ത്യക്ക് മേൽ ആരോപിച്ചു. ഒന്ന്, പ്രാചീന ഭാരതം ഹൈന്ദവമാണ്,
മധ്യകാല ഭാരതം ഇസ്ലാമികമാണ്. ഇതൊന്നും അർത്ഥപൂർണമായ കാര്യങ്ങളെയല്ല. എത്രയെങ്കിലും ഉദാഹരണങ്ങളിലൂടെ അതിനെയൊക്കെ നമുക്ക് നിരസിക്കാൻ കഴിയും. പ്രാചീന ഭാരതം അങ്ങനെ ഹൈന്ദവമായ ഒന്നല്ല. ഹിന്ദു എന്ന വാക്ക് നിങ്ങൾക്ക് മഹാഭാരതത്തിലോ രാമായണത്തിലോ വേദങ്ങളിലോ പ്രാചീന ഉപനിഷത്തുകളിലോ പ്രധാനപ്പെട്ട പുരാണങ്ങളിലോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. അതെല്ലാം 4-5 നൂറ്റാണ്ടാവുമ്പോഴാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ പോലും ഒരു മതം എന്നുള്ള വ്യവസ്ഥാപിതമായ അർത്ഥമൊന്നും ആ വാക്കിന് ഇല്ല താനും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. പറഞ്ഞു വന്നത്, ഇന്ത്യൻ ഭൂതകാലത്തിന് മുകളിൽ കൃത്രിമമായൊരു മതാത്മക പരിവേഷം അടിച്ചേൽപ്പിച്ചുകൊണ്ടും ഇതിന് പിന്നാലെ മതത്തെ മുൻനിർത്തി അന്യോന്യം പോരടിക്കുന്ന ജനതയാണ് ഇന്ത്യക്കാർ എന്ന ഒരു വീക്ഷണത്തെ പടിപടിയായി നിർമ്മിച്ചെടുത്തുകൊണ്ടുമാണ് 19-ാം നൂറ്റാണ്ടിലെ സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്ര വീക്ഷണം നിലവിൽ വന്നത്. ഏതാണ്ടൊരു 100 കൊല്ലക്കാലം ആധുനിക ഇന്ത്യക്കാർ, ആധുനികരാകാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ സർവകലാശാലകളിലും മറ്റിടങ്ങളിലുമൊക്കെ പോയി വിദ്യാഭ്യാസം നേടുന്ന ആളുകളൊക്കെ ഈ വീക്ഷണം ഏറിയും കുറഞ്ഞും പങ്കുവയ്ക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിന് പിന്നാലെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായ മറ്റൊരു കൂട്ടരാണ് പൗരസ്ത്യവാദികൾ എന്ന് വിളിക്കുന്ന ചരിത്രത്തിൽ ഇടപെട്ട മറ്റൊരു വിഭാഗം. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. മാക്സ് മുള്ളർ എന്നു പേരായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ അധ്യാപകനും ഒക്കെയായിരുന്ന വലിയ സംസ്കൃതജ്ഞാനിയായിരുന്ന വലിയ സംസ്കൃത പ്രേമിയുമായിരുന്നു കേട്ടോ. സംസ്കൃത സ്നേഹം കൊണ്ട് അദ്ദേഹം മാക്സ് മുള്ളർ എന്നുള്ള പേര് സംസ്കൃതവൽക്കരിച്ച് മോക്ഷമൂലൻ എന്നാക്കി മാറ്റിയ ഒരാളാണ്. ഇതൊക്കെ നല്ലൊരു വഴിയാണ്, പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. മോക്ഷമൂലൻ എന്നൊക്കെ ആക്കിയതാണ്. അദ്ദേഹം ഇന്ത്യക്ക് മറ്റൊരു വിശേഷം, അദ്ദേഹം ഒറ്റക്കൊരാളല്ല, കോൾബ്രൂക്ക്, H.H. വിൽസൺ, അങ്ങനെ ധാരാളം പേർ ചേർന്ന ഒരു പണ്ഡിത സമൂഹം വരികയും അവർ ഇന്ത്യക്ക് മേൽ മറ്റൊരു പരിപ്രേക്ഷ്യം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യ എന്ന് പറയുന്നത് പൗരാണികമായ ഒരു സുവർണ ഭാരതമാണ് എന്നതാണ്. അത് പൗരാണികമായൊരു സുവർണയുഗം ഇന്ത്യക്കുണ്ടായിരുന്നു. അത് ഇന്ത്യയെ അവർ സവിശേഷമായി വിശേഷിപ്പിച്ചത് യൂറോപ്പിൻ്റെ ഒരു അതറാണ്. 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പ് ഇൻഡസ്ട്രിയലൈസ് ചെയ്യപ്പെട്ട, വ്യവസായവൽക്കരിക്കപ്പെട്ട ഒന്നാണെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് മാറിക്കൊണ്ട് ആധ്യാത്മികതയുടെയും ദൈവാന്വേഷണത്തിൻ്റെയും അതിഭൗതികതയുടെയും ഒരു ലോകത്ത് നിലകൊള്ളുന്ന ഭാരതം എന്ന സങ്കല്പം ഉണ്ടാക്കിയെടുത്തു. മാക്സ് മുള്ളറുടെ പ്രസിദ്ധമായ നിരീക്ഷണമുണ്ട്. ഇന്ത്യക്കാരെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്വസിറ്റീവ് ആൻഡ് അഗ്രസീവ് ബട്ട് പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എന്നാണ്. ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്വസിറ്റീവ് ആൻഡ് അഗ്രസീവ്. ക്രിയോന്മുഖരല്ല, സമ്പാദന തൽപരരല്ല, അക്രമവാസനയുള്ളവരല്ല, പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ്, നിസ്സംഗരാണ്, ധ്യാനാത്മകരാണ്, ആത്മാന്വേഷികളാണ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചു. കൊസാംബി അതേക്കുറിച്ച് പറഞ്ഞൊരു രസമുള്ള കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം യൗവനം കൊണ്ട് മതിച്ചു പൊളച്ച് ജീവിച്ച് മതിയാകാതെ വന്നിട്ട് മകനോട് യൗവനം കടം ചോദിച്ച ഒരച്ഛനെ സങ്കല്പിച്ച ജനതയാണ് ഇന്ത്യക്കാർ. അതാണ് മഹാഭാരതത്തിലെ യയാതി. അവനവൻ്റെ യൗവനം കൊണ്ട് മതിയാവാതെ വന്നപ്പോൾ മോൻ്റെ യൗവനം കൂടി കടം ചോദിച്ച ഒരു അച്ഛൻ ഇവിടെ മാത്രമേ ഉള്ളൂ. കാമസൂത്ര ലോകത്ത് ആദ്യമായിട്ടുണ്ടായത് ഇവിടെയാണ്. ഈ ഒരു സമൂഹത്തെ എന്തായി, ആത്മീയ ജനത, സൗവർണ ഭാരതം എന്നൊക്കെയുള്ള പരിവേഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യവഹാരം ഉണ്ടായി വന്നു. അവരിത് ബോധപൂർവ്വം ഒരു കുറ്റകൃത്യമായിട്ട് ചെയ്തു എന്നല്ല, ആ കാലത്തിൻ്റെ യുക്തികൾക്കകത്ത് വെച്ച് അങ്ങനെ വികസിച്ചു വന്നതാണ്. ഫലത്തിൽ ഇന്ത്യയെ ഒരു സ്പിരിച്വൽ ലാൻഡ് എന്ന നിലയിലുള്ള മുദ്രണത്തിലേക്ക് അതെത്തി. ഇങ്ങനെ രണ്ട് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് എന്ന് വിളിക്കാവുന്ന രണ്ട് വീക്ഷണങ്ങളാണ് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. ഈ വീക്ഷണങ്ങൾ തമ്മിൽ പൊരുതുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടി നിൽക്കുന്ന സമയത്താണ് 19-ാം നൂറ്റാണ്ട് അവസാനത്തോടെ ദേശീയ പ്രസ്ഥാനം പതുക്കെ വികസിക്കുന്നതും ദേശീയത എന്ന ആശയം രൂപപ്പെട്ടു വരുന്നത്. ദേശീയവാദികളെ സംബന്ധിച്ച് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ അവരുടെ മുമ്പിലെ പ്രശ്നം ഇന്ത്യക്ക് ചരിത്രബോധമില്ല എന്ന സാമ്രാജ്യത്വ ചരിത്രകാരന്മാരുടെ ആക്ഷേപത്തെ കൗണ്ടർ ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ദേശീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും ഈ ചരിത്രം എഴുതലാണ്. അന്നൊരു ഫലിതമുള്ള എന്താണെന്ന് വെച്ചാൽ 6 മാസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ചരിത്ര പുസ്തകം ഉറപ്പാണെന്നാണ്. അങ്ങനെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും. തിലകൻ എഴുതുന്നുണ്ട്, നെഹ്റു എഴുതുന്നുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങനെ സ്കോളർഷിപ്പുള്ള മനുഷ്യരാണ് കേട്ടോ, അങ്ങനെ എഴുതുന്നുണ്ട്. ഇപ്പം ജയിലിൽ കിടക്കണ പോലെ അല്ല എന്നർത്ഥം. ഇപ്പോൾ ഒരാൾ ജയിലിലുണ്ടല്ലോ, ആ ജയിലും ഈ ജയിലുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. നമ്മുടെ ആളുകൾ ഇരുന്ന ജയിലൊക്കെ ഒരുപോലെയാണെന്നാണ്. അതുകൊണ്ട് ആ ജയിലിൽ നിന്ന് വരുമ്പോൾ വലിയ സ്വീകരണം, ചായക്കടയിലടക്കം സ്വീകരണമായിരുന്നു. ഏത് നിലവാരത്തിലായി നമ്മുടെ രാജ്യം എന്നുള്ളതിൻ്റെ കൂടി അടയാളമാണ്. എന്തായാലും ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിന് ഇന്ത്യൻ ഭൂതകാലത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഒരു അടിസ്ഥാന ആശയം പ്രധാനമായി ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി മാറിയതോടെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം
അതിന് മുമ്പ് രൂപപ്പെട്ട രണ്ട് ധാരണകളെ സവിശേഷമായ നിലയിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ദേശീയ ഭൂതകാലം ഉണ്ടാക്കി. ആ ദേശീയ ഭൂതകാലത്തിൽ സാമ്രാജ്യത്വ ചരിത്രം ഉണ്ടാക്കുന്ന ഇന്ത്യ പ്രാകൃതമാണ് തുടങ്ങിയ വീക്ഷണങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ല. അത് പറ്റില്ലല്ലോ. ഒരു ദേശീയ സമൂഹ ഭാവനയ്ക്ക് അതിൻ്റെ ഭൂതകാലത്തെ തന്നെ തള്ളി പറയാൻ പറ്റില്ല. അതുകൊണ്ട് സാമ്രാജ്യത്വ ചരിത്രത്തെ ഒട്ടൊക്കെ നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരടിസ്ഥാന ഘടകത്തെ അതിൽ നിന്ന് ദേശീയ പ്രസ്ഥാനം എടുത്തു, അല്ലെങ്കിൽ ദേശീയ ചരിത്രം എടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാചീന ഭാരതം ഹൈന്ദവമാണ് എന്നതാണ്. ഹൈന്ദവമാണ് എന്ന വീക്ഷണത്തെ എടുക്കുന്നു. പൗരസ്ത്യവാദികളുണ്ടാക്കിയ ഈ ഹൈന്ദവ ഭൂതകാലം ഇന്ത്യയുടെ സുവർണദശയാണ് എന്ന വീക്ഷണവും എടുക്കുന്നു. ഈ സുവർണദശ സങ്കല്പത്തിൻ്റെതാണ് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗുപ്തകാലമാണ് നമ്മുടെ സുവർണകാലം, മറ്റേ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമല്ലോ. കാളിദാസൻ, വരാഹമിഹിരൻ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. കൊസാമ്പി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് വമ്പിച്ച നഗരങ്ങളായി വികസിച്ചു വന്ന ഉത്തരഭാരതത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ തകർന്നടിഞ്ഞ് കാട് മൂടി മണ്ണ് മൂടിപ്പോയ ഒരു കാലമാണ് ഈ കാലം. ഈ കാലത്തെയാണ് പക്ഷേ കവിത കൊണ്ട് നമ്മൾ സുവർണദശയാക്കിയത്. നല്ല കവിതയുണ്ട് അല്ലെങ്കിൽ നല്ല ജ്യോതിഷമുണ്ട് എന്നുള്ളത് കൊണ്ട് സുവർണദശയാക്കുകയും അങ്ങനെ ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ചുള്ള പൗരസ്ത്യവാദികളുടെ സുവർണദശാ സങ്കല്പത്തെയും സാമ്രാജ്യത്വവാദികളുടെ ഹൈന്ദവ ഇന്ത്യ എന്നുള്ള സങ്കല്പത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് മഹിതമായൊരു പൗരാണിക ഭാരതം എന്ന ആശയം ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോഴും അതുണ്ട് കേട്ടോ. ഇത് വളരെ പഴയ കാര്യമാണെന്ന് തോന്നും, ഇപ്പോഴും ഉണ്ട്. വാസ്തവത്തിൽ സാമ്രാജ്യത്വ ചരിത്രത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രയോക്താക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വവാദികളാണ്. പൗരാണിക ഭാരതം ഹൈന്ദവമാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക അധിനിവേശമാണെന്നുള്ള മതസംഘർഷങ്ങളായിരുന്നു എന്നുള്ള വാദം അവരതേപടി കൊണ്ടു നടക്കും. ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയായിരുന്നു എന്ന് പറയും. മലബാർ കലാപം വർഗീയ ലഹളയാണെന്ന് പറയും. ഇതെല്ലാം ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പല കാലങ്ങളിൽ പറഞ്ഞുണ്ടാക്കിയതാണ്. ബ്രിട്ടീഷ് ചരിത്രത്തിൻ്റെ, സാമ്രാജ്യത്വ ചരിത്രത്തിൻ്റെ ഒന്നാം തരത്തിലുള്ള ഒരു തുടർച്ച നമ്മൾ കാണുന്നത് ഹിന്ദുത്വവാദികളുടെ ആഖ്യാനങ്ങളിലാണ്. പക്ഷെ ഞാനിത് പറയുന്നത് ഇത് ഹിന്ദുത്വവാദികൾ നേരിട്ട് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയോക്തി എന്നതിന് പകരം ഒരു നിലയ്ക്കുള്ള ദേശീയതാബോധമായിട്ട് മാറുകയുണ്ടായി. അതായത് പൗരാണിക ഭാരതം മഹിമയുറ്റ ഒരു ഹൈന്ദവ സുവർണകാലമായിരുന്നുവെങ്കിൽ പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം വരുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരിൽ ഒരു വിഭാഗം മുസ്ലിം ഇൻവേഷൻ, ഇസ്ലാമിക അധിനിവേശം എന്നൊരാശയത്തെ അവതരിപ്പിച്ചത്. ഇത് ദേശീയ പ്രസ്ഥാനവും ഏറെക്കുറെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം, എത്രയെങ്കിലും വിശദീകരിക്കണം. ഇത് ധാരാളം തെളിവുകൾ കൊണ്ടുവരേണ്ടതാണ്. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാന ഘട്ടത്തിൽ സ്വദേശി കാലം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1905 ബംഗാൾ വിഭജനവും പിന്നാലെ ഉണ്ടായ വലിയ സമരങ്ങളുടെയും കാലമാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് അനുശീലൻ സമിതി. അന്നത്തെ വലിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതിയിൽ മുസ്ലിങ്ങൾക്ക് അംഗത്വം നൽകുമായിരുന്നില്ല. നോക്കൂ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഘടകം കൂടിയാണ്. മുസ്ലിങ്ങളെ അംഗങ്ങളാക്കുമായിരുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഉയർന്നു വന്ന വന്ദേമാതരം ഡിബേറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയവാദ വ്യവഹാരം എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രാചീന ഭൂതകാലത്തെ മതവൽക്കരിക്കുകയും അതിന് ഹൈന്ദവമായൊരു സുവർണദശ എന്ന നിലയിലേക്ക് സങ്കല്പിക്കുകയും മധ്യകാലത്തെ അധിനിവേശാത്മകമായൊരു ഇസ്ലാമിക വരവിൻ്റെ കാലമെന്ന് പറയുകയും ഫലത്തിൽ സാമ്രാജ്യത്വം ഉണ്ടാക്കിയ ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ മതവൽക്കരണമെന്ന യുക്തി പല രൂപത്തിൽ അതിൽ തുടരുകയും ചെയ്തു. ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, നമ്മുടെ ദേശീയ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നമ്മുടെ R.C. മജുംദാർ. R.C. മജുംദാറാണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് വിസ്തരിച്ചൊരു ഗ്രന്ഥം തന്നെ എഴുതുകയും നെഹ്റുവിൻ്റെ ചരിത്ര വീക്ഷണത്തോടുള്ള വിയോജിപ്പുമൊക്കെ ആയിട്ടാണ് അതിന് എഴുതിയത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ രണ്ട് ജനവിഭാഗങ്ങളായിരുന്നു. അവർക്കിടയിൽ പരസ്പര സഹകരണം പോയിട്ട് അന്യോന്യം ഒരുമിച്ചുള്ള ജീവിതം പോലും സാധ്യമല്ലായിരുന്നു എന്നാണ്. ഇതാരാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹിസ്റ്റോറിയനാണ്, അല്ലാതെ ഒരു കമ്മ്യൂണൽ ഹിസ്റ്റോറിയൻ അല്ല. ഇതേ വാദം നിങ്ങൾക്ക് വേറെ രണ്ടിടത്ത് കേൾക്കാം. ഒന്ന് 1923 ഹിന്ദുത്വ എന്ന സവർക്കറുടെ പുസ്തകത്തിൽ അദ്ദേഹം ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ജിന്ന വേറെ നിലയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ആധുനിക ഇന്ത്യയിൽ മതരാഷ്ട്രവാദികൾ ഉയർത്തിക്കൊണ്ടുവന്ന വാദഗതിയുടെ കാതൽ, വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ കാതൽ
നമ്മുടെ ദേശീയവാദ ചരിത്രത്തിലും ഉണ്ട്. ഈ ദേശീയവാദ ചരിത്രം ഏറിയും കുറഞ്ഞും നമ്മുടെ സാമൂഹ്യ ബോധത്തിലും ദേശീയ പ്രസ്ഥാനത്തിലുമൊക്കെ വളരെ വളരെ സ്വാധീനം ചെലുത്തുകയും ഇന്ത്യൻ ഭൂതകാലം എന്ന് പറയുന്നത് ഏറെക്കുറെ ബ്രാഹ്മണികവും മതാത്മകവുമാണ് എന്ന യുക്തി ഉറക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യയുടെ ആധുനിക സമൂഹ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അമർത്യ സെൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ദേശീയ ഭൂതകാല ഭാവന 3 തരത്തിലുള്ള ഒഴിവാക്കലുകളിലൂടെയാണ് നിലവിൽ വന്നതെന്ന് പറയും. ഒന്ന്, ബ്രാഹ്മണേതര മതപാരമ്പര്യങ്ങളെ ഒഴിവാക്കി. ആ ബ്രാഹ്മണേതര മതപാരമ്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബുദ്ധമതം തന്നെയാണ് കേട്ടോ. ഞാൻ ഇസ്ലാം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുമതം, യഹൂദമതം എന്നതുപോലെ തന്നെ ബുദ്ധ പാരമ്പര്യം ഒഴിവായി. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിചയം ഉണ്ടാവും. ഇന്ത്യയിലെ 199 പേർക്കും ആ വാക്ക് പരിചയം ഉണ്ടാവും, ഉപനിഷത്ത് എന്നുള്ള വാക്ക്. ഇന്ത്യയെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങളിൽ ഉപനിഷത്തുകളുടെ നാട്, ഉപനിഷത്തിൻ്റെ നാട്, വേദങ്ങളുടെ നാട് എന്നെല്ലാം പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നാൽ ഉപനിഷത്തുകളേക്കാൾ ആഴത്തിൽ ഇന്ത്യൻ ജീവിതത്തെ സ്വാധീനിച്ചതും ഇപ്പോഴും ഇന്ത്യൻ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതുമായ ഒന്നാണ് ബൗദ്ധമായ പാരമ്പര്യം. ഇപ്പം നമ്മുടെ പള്ളിക്കൂടം എന്ന വാക്കോ ശബരിമല ധർമ്മശാസ്താവോ ശരണം വിളിയോ മുതൽ എത്രയോ കാര്യങ്ങളിൽ ബൗദ്ധമായ പാരമ്പര്യം നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയാവുന്ന ത്രിപിടകങ്ങൾ, വിനയപിടകം, സുത്തപിടകം, അഭിധർമ്മ പിടകം എന്ന ത്രിപിടകങ്ങൾ, ആ ത്രിപിടകം എന്ന വാക്ക് 100-ൽ ഒരാൾക്ക് പോലും പരിചയം ഉണ്ടാവില്ല. അതായത് ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെട്ട വൈദികേതരമായ ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങൾ പൊതുബോധത്തിൽ നിന്ന് അകറ്റി മാറ്റപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ചുമർചിത്രം എന്ന് പറയും. കേരളത്തിലൊരു ഉദാഹരണം പറയാം. ചുമർചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലചിത്രമാണ് ഓർക്കുക. ഗണപതി ഒരേ ഗണപതിയാണല്ലോ കഴിഞ്ഞ 500 കൊല്ലമായിട്ട് ഓടുന്നത്. അങ്ങനെ ഗണപതി, അതുപോലുള്ള പല പല സംഗതികൾ. എന്നാൽ കേരളത്തിൽ വളരെ സമ്പന്നമായ ഒരു പള്ളിച്ചിത്ര പാരമ്പര്യമുണ്ട് ചുമർചിത്രത്തിന്. കോട്ടയത്ത്, അങ്കമാലിയിൽ, കാഞ്ഞൂർ ഒക്കെ ധാരാളം ചുമർചിത്രങ്ങൾ പള്ളികളെ കേന്ദ്രീകരിച്ചുണ്ട്. നമ്മുടെ പക്ഷേ ചുമർചിത്ര പഠനങ്ങളിലോ ചുമർചിത്ര സങ്കല്പത്തിലോ ക്രൈസ്തവ ദേവാലയങ്ങളിലെ പള്ളിച്ചിത്രങ്ങൾ വരില്ല, മറിച്ച് അമ്പലചിത്രങ്ങൾ മാത്രമേ വരുള്ളൂ. പണ്ട് കേസരി ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരത്തിരുന്ന് എഴുതുന്നുണ്ട്, ചുമർചിത്രങ്ങളെ ഹൈന്ദവ ചിത്രങ്ങൾ മാത്രമായി കാണുന്ന തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ സങ്കുചിതമാണ്, അത് അവസാനിപ്പിക്കണം എന്ന് മൂപ്പർ എഴുതിയിട്ട് ഏതാണ്ട് 100 കൊല്ലം ആറാറായിട്ടുണ്ട്. ഇപ്പോഴും ചുമർചിത്രം ഗണപതി തന്നെയാണ്, അല്ലാതെ പള്ളിച്ചിത്രം നമ്മുടെ ചുമർചിത്രത്തിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന് ഇത് ഇത്രയെങ്കിലും വിശദീകരിക്കാം. അടിസ്ഥാനപരമായി നമ്മുടെ ദേശീയ ഭൂതഭാവനയിൽ ഹൈന്ദവേതര മത പാരമ്പര്യങ്ങൾ മാർജിനലായിട്ട് മാറി. ബുദ്ധമതമാകട്ടെ, ഇസ്ലാമാകട്ടെ, യഹൂദ പാരമ്പര്യമാകട്ടെ. ഇപ്പോൾ കേരളത്തിലെ യഹൂദ സ്ത്രീകൾ, കേരളത്തിൽ വലിയ യഹൂദ പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ, അവരൊരു തദ്ദേശീയമായ പാട്ടുപാരമ്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. തദ്ദേശീയമായ തികച്ചും കേരളീയമായ ഒരു പാട്ടുപാരമ്പര്യം കേരളത്തിലെ ജൂത സ്ത്രീകളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സോപാനം കേരള സംഗീതമാണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും. ഇങ്ങനെ ഒരു പാട്ടുപാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർമ്മ തന്നെ ഇല്ല. ഇങ്ങനെ മറച്ചു വയ്ക്കപ്പെട്ട എത്രയെങ്കിലും ഘടകങ്ങൾ. ഇതാണ് ഒരു കാര്യം. 2, നമ്മുടെ പ്രാദേശികമായ വിജ്ഞാന വൈഭവങ്ങളുടെ ലോകം. എത്രയെങ്കിലും വിപുലമായ തദ്ദേശീയ ജ്ഞാനം ഇന്ത്യ പല കാലങ്ങളിലായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ പക്ഷേ മാർജിനൽ ട്രഡീഷൻസ് ആയിട്ട് മാറി. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, അജന്ത ചിത്രകല എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ ട്രഡീഷനാണ്, വർലി എന്ന് പറയുന്നത് നമുക്ക് ട്രൈബൽ ആർട്ടാണ്. എന്നാൽ വർലിയുടെ ഫോർമാറ്റിലുള്ള ഡിസൈനുകൾ ഏറ്റവും കണ്ടംപററിയായ ഫാഷൻ ഡിസൈനായിട്ട് വരെ നമ്മുടെ ചുറ്റുമുണ്ട്. അജന്ത അതുപോലെ ഇല്ല. പക്ഷെ അജന്ത നാഷണലാണ്, വർലി എന്താ പറയുക ട്രൈബലാണ്. സതിര് മാറിയാണ് ഭരതനാട്യമായത്. സതിര് കൊണ്ട് കടന്ന ദേവദാസികളും അവരുടെ പാരമ്പര്യവും പുറത്തായിപ്പോയി. അതിനെ ഭരതനാട്യമാക്കി മാറ്റി ബ്രാഹ്മണീകരിച്ചതോടെ അത് ഇന്ത്യൻ ട്രഡീഷനായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് ഭരതനാട്യത്തിനുള്ള നാഷണൽ സ്റ്റാറ്റസ് അതിഗംഭീരമാണ്. 500 കൊല്ലം അത് കൊണ്ട് നടന്ന ദേവദാസി പാരമ്പര്യമാകട്ടെ സമ്പൂർണ്ണമായിട്ടും അധകൃതമായി തീർന്നു. ഇത്തരത്തിൽ എത്രയെങ്കിലും ഘടകങ്ങൾ. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ വിജ്ഞാന പാരമ്പര്യം. ഭൗതികവാദമല്ല ഞാൻ പറയുന്നത്, ലോകായുധം ചാർവാകം പോലെയുള്ള ഭൗതികവാദമല്ല, ഭൗതിക വിജ്ഞാനം. ഇപ്പം നമ്മുടെ ഗണിതം, ഇപ്പം
ഇപ്പം ശങ്കരാചാര്യരെ കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇൻഫിനിറ്റ് സീരീസ് ആദ്യം കണ്ടെത്തുന്ന ആളുകളിൽ ഒരാൾ മലയാളിയാണ്, സംഗമഗ്രാമ മാധവൻ. അനന്തശ്രേണി, നമ്മുടെ പൈയുടെ വാല്യൂ ഉണ്ടല്ലോ 3.14 എന്ന് പറഞ്ഞ് നീണ്ടു പോകുന്ന അനന്തശ്രേണി ആദ്യം കണ്ടെത്തുന്ന ആളുകളിൽ ഒരാൾ മലയാളിയാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ് സംഗമഗ്രാമ മാധവൻ. വാസ്തവത്തിൽ ശങ്കരാചാര്യരെ കുറിച്ച് പറയണേക്കാൾ കൂടുതൽ പറയാൻ ഇന്ന് അർഹതയുള്ള ഒരാളാണ് സംഗമഗ്രാമ മാധവൻ. കാരണം ശങ്കരനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇന്നത്തെ നിലക്ക്, കുറച്ചൊക്കെ ഉപദ്രവം വേണ്ടെങ്കിൽ ഉണ്ട് താനും. എന്നാൽ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത് ആധുനിക ഗണിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. നിങ്ങൾ എത്ര പേര് സംഗമഗ്രാമ മാധവനെ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. സംഗമഗ്രാമ മാധവൻ മാത്രമല്ല, ട്രിഗണോമെട്രിയുടെ ആധാരം മുഴുവൻ കണ്ടെത്തിയ നീലകണ്ഠ സോമയാജി, അല്ലെങ്കിൽ വടശ്ശേരി പരമേശ്വരൻ, ഭാസ്കരൻ 1ഉം 2ഉം, അല്ലെങ്കിൽ ആര്യഭടൻ. ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു എന്ന് ആദ്യം നിരീക്ഷിക്കുന്ന ആളുകളിൽ ഒരാൾ ആര്യഭടനാണ്. AD 499 ആര്യഭടീയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങാതെ നിൽക്കുന്നതായും നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്നതായും സസ്യലതാദികൾ അനങ്ങുന്നതായും എങ്ങനെയാണോ തോന്നുന്നത്, അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും തോന്നുന്നത്. 5-ാം നൂറ്റാണ്ടാണ്. ഇത്തരം പാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അർത്ഥശാസ്ത്രം, നമ്മുടെ കാമസൂത്രം, ഇന്ത്യയുടെ പാരമ്പര്യമാണ് കാമസൂത്രം എന്നാരെങ്കിലും പറയും? എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ആരും പറയില്ല. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകമാണ് കാമസൂത്രം, പക്ഷെ പറയില്ല. പാരമ്പര്യം അതാ, ഉപനിഷത്താ, ഒറ്റ ആളും വായിച്ചിട്ടില്ല. വേദങ്ങൾ ഒറ്റ ആളും വായിച്ചിട്ടില്ല, പക്ഷെ പാരമ്പര്യം വേദത്തിനാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗണിതം പോലെ, അർത്ഥശാസ്ത്രം പോലെ, കാമസൂത്രം പോലെ, രസവിജ്ഞാനം പോലെ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം പോലെ, ജ്യോതിഷമല്ല കേട്ടോ, വാസ്തവത്തിൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷാക്കിയത് വിദേശികളാണ്. അത് ഈ ജ്യോതിഷികൾക്ക് അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഗ്രീക്കുകാർക്ക് ശേഷം വന്ന ഗ്രീക്ക് ഗണിതജ്ഞരാണ്, ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലേക്ക് ഫലഭാഗത്തെ കൂട്ടിച്ചേർത്ത്. 2 ഭാഗമുണ്ട്, ഗണിതഭാഗവും ഫലഭാഗവും. ഗണിതഭാഗം എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങളുടെ ചലനങ്ങളും നക്ഷത്രവേഗങ്ങളും ഉദയാസ്തമയങ്ങളും ഒക്കെ കണ്ടെത്തുന്ന വളരെ ഗണിതാത്മകമായ ഒന്നാണ്. ഫലഭാഗം എന്ന് പറയുന്നതാണ് ഈ പ്രവചനം, നക്ഷത്രം നോക്കൽ, നാള് നോക്കൽ, അങ്ങനെയുള്ള എല്ലാ കലാപരിപാടിയും. ഇതൊന്നും നിങ്ങൾക്ക് പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റില്ല കേട്ടോ. രാമൻ സീതയെ വിവാഹം കഴിക്കുന്നത് മുഹൂർത്തം നോക്കിയിട്ടല്ല, അമ്പ് കൊലച്ചിട്ടാ. ഒരു സ്ഥാനാരോഹണത്തിനും മുഹൂർത്തം ഇല്ല. പഴയ ടെക്സ്റ്റുകൾ നോക്കിയാൽ കാണാം. നാരായണ ഗുരുവിന് ഇതറിയാവുന്നതുകൊണ്ടാണ് ഗുരുവിൻ്റെ ഒരു ഫലിതമുണ്ട്. ഗുരുവിനോട് ഈ ശിവഗിരി തീർത്ഥാടനം തുടങ്ങാനായിട്ട് കിട്ടൺ റൈറ്ററും വല്ലഭശ്ശേരി വൈദ്യരും ചെന്ന് അനുവാദമൊക്കെ മേടിച്ച് കാര്യമൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് ഗുരുവിനോട് ചോദിച്ചു, സ്വാമി ഒരു മുഹൂർത്തം നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. ഇത് നടത്താനായിട്ട് ഒരു ദിവസം നിശ്ചയിക്കണം. അപ്പോൾ നാരായണ ഗുരു ആ സെക്കൻഡിൽ തന്നെ മറുപടി പറഞ്ഞു, ജനുവരി 1-ാം തീയതി ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പല്ലേ എന്ന് പറഞ്ഞു. യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പാണല്ലോ, അത്രേ ഉള്ളൂ ഈ മുഹൂർത്തത്തിന്. ഇത് ഗുരുവിനറിയാം, കാരണം ഇന്ത്യയുടെ ട്രഡീഷനിൽ ഈ സംഗതി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ ഒരു വൻ പാരമ്പര്യം ഇന്ത്യക്കുണ്ടായിരുന്നു, അത് പുറത്താക്കപ്പെട്ടു. അതായത് ബ്രാഹ്മണ്യത്തിന് മെരുങ്ങാത്ത, ബ്രാഹ്മണീകരിക്കാൻ പറ്റാത്തതായ ഇന്ത്യൻ ഭൂതകാലത്തെ നമ്മൾ നാഷണൽ ട്രഡീഷനായിട്ട് എടുത്തില്ല. ബ്രാഹ്മണേതര മതപാരമ്പര്യങ്ങൾ വന്നില്ല, തദ്ദേശീയ വിജ്ഞാന വൈഭവങ്ങൾ വന്നില്ല, ഭൗതിക വിജ്ഞാന പാരമ്പര്യങ്ങൾ വന്നില്ല. മറിച്ച് ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥ ദേശീയതയുടെ ഭൂതകാലമായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യയുടെ ഭൂതകാലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഏകമാനമായ ആവിഷ്കാരമല്ല. ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ കുടിയേറ്റക്കാരാണ് ഇന്ത്യയിലെ മനുഷ്യജീവിതം ഉണ്ടാക്കുന്നത്. അതിനുശേഷം 14,000 കൊല്ലത്തിന് ഏതാണ്ട് കൊല്ലം മുമ്പാണ് കിഴക്കൻ ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ തെക്കേ ഏഷ്യയിൽ നിന്നും വടക്കേ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് 2 വിഭാഗങ്ങൾ കുടിയേറുന്നത്. അതിലൊരു കൂട്ടരാണ് സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് വന്നവരാണ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അടക്കമുള്ള ഇന്ത്യയിലെ കാർഷിക സംസ്കൃതിയുടെ ആധാരമായി മാറിയത്. കിഴക്കൻ മേഖലയിൽ നിന്ന് വന്നവരാണ് ഇന്ത്യയിലെ ഗോണ്ടുക്കളടക്കമുള്ള ആദിമ സമൂഹമായിട്ട് മാറുകയും ചെയ്തത്. ഇതിനുശേഷം മധ്യേഷ്യയിൽ നിന്ന് ഏതാണ്ട് ഇന്നേക്കൊരു 5000-5500 കൊല്ലം മുമ്പാണ് ആര്യന്മാരെന്ന് വിളിക്കുന്ന ഭാഷാ സമൂഹം കുടിയേറുന്നത്. അവരാണ് ഉത്തരഭാരതത്തിൽ ഈ പറയുന്ന വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പിന്നീട് ഇതിഹാസ പുരാണങ്ങളുടെയും ഒക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മൂല്യവ്യവസ്ഥ ഉണ്ടാക്കുന്നത് അവരാണ്. ഇവർക്ക് ശേഷം എത്രയോ ആളുകൾ വന്നു.
മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർഥിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ, തുർക്കികൾ, മുഗളന്മാർ, ഇങ്ങനെ എത്രയോ പേർ ഇന്ത്യയിലേക്ക് വരികയും ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ നാനാതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് കെട്ടുപിണയുകയും ചെയ്തു. ഇതെല്ലാം കൂടി ചേർന്നാണ് ഇന്ത്യ. അല്ലാതെ സത്താപരമായൊരു ഏകതയോ സത്താപരമായൊരു സ്രോതസ്സോ ഇന്ത്യക്ക് പിന്നിലില്ല. ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടുമേ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ കേരളീയ സദ്യ എന്ന് നമ്മൾ ഗമയ്ക്ക് പറയുമല്ലോ, അത് കേരളത്തിന് പുറത്തു നിന്ന് വന്ന എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇല മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് പറയും. കാരണം ഇതെല്ലാം പല ഘട്ടങ്ങളിൽ വന്നതാണ്. ഇപ്പം നമ്മുടെ നാലുകെട്ടിൻ്റെ പഠിപ്പുര ചൈനക്കാരുണ്ടാക്കിയതാണ്. നമ്മുടെ നാരായണത്ത് പ്രാന്തനെ പോലെ ഒരു പ്രാന്തനെ നിങ്ങൾക്ക് ഗ്രീസിൽ കാണാൻ പറ്റും. സിസിഫിസ് എന്നാണ് പേര്. മകനെ ഉളിയെറിഞ്ഞു കൊന്ന തച്ചൻ ക്രീറ്റിലുണ്ട്. കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിക്കുന്ന കൃഷ്ണനെ പോലെ കാൽമടമ്പിൽ അമ്പുകൊണ്ട് അക്കിലസും മരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് യാദൃച്ഛികമായ, ഇപ്പം കേസരി ബാലകൃഷ്ണനുള്ള രസമുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. നമ്മൾ ഈ കളം വരയ്ക്കുമല്ലോ, ധൂളി ചിത്രത്തിലെ രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യൻ ചിത്രകലയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് കേസരി നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ അമ്പലമുറ്റത്ത് നിങ്ങൾ ഭദ്രകാളി ആരാധനയ്ക്ക് വേണ്ടി കളം വരയ്ക്കുമ്പോൾ ഭദ്രകാളിയിൽ പേർഷ്യക്കാരുണ്ട് എന്നറിഞ്ഞാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. സൂക്കേടിന് കുറച്ച് പരിഹാരം ഉണ്ടാവും. ഈ ഭദ്രകാളി പേർഷ്യൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ എൻ വി കൃഷ്ണനായർ പറയുന്നുണ്ട്, നിങ്ങളുടെ മഹാബലി എന്ന് പറയുന്നത് ബലി എന്ന സ്ഥാനപ്പേരുള്ള അസീറിയൻ ചക്രവർത്തി പരമ്പരയുടെ ഓർമ്മയിൽ നിന്നുണ്ടായതാണ്. അസീറിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയിലുള്ള ഇന്നത്തെ ഇറാഖിൻ്റെ പഴയ പേരുകളിലൊന്നാണ്. എന്ന് വെച്ചാൽ സദ്ദാം ഹുസൈൻ്റെ പഴയ മുത്തച്ഛനാ ഈ പറയുന്ന ആള്. ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കിയാൽ. എൻ വി രസമുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. നമ്മൾ ഈ ഓണത്തിൻ്റെ അന്ന് ഓണപ്പടം ഉണ്ടാക്കുമല്ലോ, ഒരു തട്ടിട്ട് അതിൻ്റെ മുകളിൽ വേറെ തട്ടിട്ട് ചതുരത്തട്ടുകൾ ഇങ്ങനെ വന്ന് മുകളിൽ ഇങ്ങനെ ഒരു തൃക്കാക്കരയപ്പനെ വെച്ച്, ഈ ഫോർമാറ്റാണ് മധ്യേഷ്യയിലെ ഹിറ്റൈറ്റ് ജനത മരിച്ചവർക്കുണ്ടാക്കുന്ന സ്മാരകങ്ങൾക്കുള്ളത്. സിഗറാത്തുകൾ എന്നറിയപ്പെടുന്ന മധ്യേഷ്യൻ ചരമാനന്തര സ്മാരകങ്ങളുടെ അതേ ഫോർമാറ്റിലാണ് തിരുവോണത്തിൻ്റെ ദിവസം മഹാബലിക്ക് വേണ്ടി നമ്മൾ കളമിടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർനാഷണലാണ്. എവിടെ? നിങ്ങളുടെ വീട്ടുമുറ്റത്തും, അല്ലാതെ പാരീസിൽ പോയിട്ടല്ല. നമ്മൾ കരുതുന്നത് നമ്മൾ പാരീസിൽ പോകുമ്പോഴോ ലണ്ടനിൽ പോകുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണലാണ്, വീട്ടിലിരിക്കുമ്പോൾ പഞ്ചായത്താണെന്നാണ്. അല്ല, പഞ്ചായത്തിൽ തന്നെയാണ് ഇൻ്റർനാഷണൽ. നിങ്ങളുടെ ഭാഷയിലെ പദാവലികൾ, നിങ്ങളുടെ ദൈവാരാധനാ രൂപങ്ങൾ, നിങ്ങളുടെ മതവിശ്വാസങ്ങൾ, ഭക്ഷണശീലങ്ങൾ, വസ്ത്രധാരണ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ പല കാലങ്ങളിൽ ഇങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വന്നെത്തിയ ജീവിത പ്രയോഗങ്ങൾ കലർന്നുണ്ടായതാണ്. പണ്ട് കമലാസം പറയുന്ന ഒരു രസമുള്ള നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ബാബർ വിദേശാക്രമിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അന്ന് കോലാഹലം ഉണ്ടായത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ബാബർ വന്ന അതേ വഴി കൂടിയാണ് 2000 കൊല്ലം മുമ്പ് ആര്യന്മാരും വന്നത്. ഈ ആര്യന്മാരാണ് രാമനെയും കൃഷ്ണനെയും പരശുരാമനെയും ഈ പറഞ്ഞ കോലാഹലമൊക്കെ ഉണ്ടാക്കിയത്. പരശുരാമൻ്റെ ഒരനന്തരാവകാശി മറ്റേ ഇപ്പം ഉണ്ട് അവിടെ, തഴവൺ മഠം പരശുരാമൻ കൊണ്ടുവന്നു എന്നാണ്. പരശുരാമൻ കേരളം ഉണ്ടാക്കിയെന്നെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ ഈ കാലത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഴയൊരു ചൊല്ലുണ്ട്, മനോരാജ്യത്തിൽ എന്തിന് അർദ്ധരാജ്യം എന്ന് ഒരു ചൊല്ലുണ്ട്. എന്ന മട്ടിലാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, തഴവൺ മഠത്തെക്കുറിച്ച് ഞാനിപ്പോൾ അത് പറയുന്നില്ല, വിശദാംശങ്ങൾ ഒരുപാട് പറയേണ്ടതാണ്. അതിൻ്റെ ചരിത്രം തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കൈമാറലുകളിലൂടെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെട്ട ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ അതിവിപുലമായ അതിസമ്പന്നമായ ഒരു പൈതൃകത്തെ, അല്ലെങ്കിൽ അതിൻ്റെ സാംസ്കാരികതയെ സത്താപരമായ ഒരു ഏകതയിലേക്ക് മാറ്റിക്കൊണ്ടാണ് നമ്മുടെ ദേശീയതാബോധം വികസിച്ചു വന്നത്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതാണ്. ദേശീയത പക്ഷേ ഇന്ത്യൻ ഭൂതകാലത്തെ അതിൻ്റെ ഈ വൈവിധ്യത്തിലല്ല. ഇപ്പം ഇന്ത്യയിൽ പേർഷ്യൻ കല, പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ പ്രബലമായ ഒന്നായിരുന്നു. പേർഷ്യ, ഇപ്പോൾ റിച്ചാർഡ് എറ്റൺ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ 12ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യ ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കുന്ന പേര് തന്നെ പേർഷ്യനേറ്റ് ഇന്ത്യ എന്നാണ്. കാരണം ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള വിനിമയങ്ങളെക്കാൾ കൂടുതൽ വിനിമയങ്ങൾ ഉത്തരേന്ത്യയും പേർഷ്യയും തമ്മിൽ അന്നുണ്ട്. പേർഷ്യയിൽ നിന്ന് വന്ന എത്രയോ പാരമ്പര്യങ്ങൾ നമ്മുടെ സംഗീതമായിട്ട്, നമ്മുടെ മിനിയേച്ചർ പെയിൻറ്റിംഗ് ആയിട്ട്, നമ്മുടെ വാസ്തുവിദ്യയായിട്ട് ഒക്കെ നമുക്ക് ഈ മധ്യകാല ഇന്ത്യയിൽ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ പ്രാചീന ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ ആദ്യം വിവർത്തനം ചെയ്യപ്പെട്ട ഭാഷ പേർഷ്യനാണ്.
മഹാഭാരതം ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതിന് എത്രയോ മുമ്പ് പേർഷ്യൻ ഭാഷയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ടു. റസ്മനാമ ഞാൻ അതിൻ്റെ ഒരു കൗതുകം കൂടി പറയാം കേട്ടോ. മഹാഭാരതത്തെക്കുറിച്ച് ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രയെങ്കിലും പഠനങ്ങൾ മഹാഭാരതത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പഠനങ്ങളിൽ എവിടെയും ഞാൻ ഈ റസ്മനാമയെക്കുറിച്ച് ഒരു പരാമർശവും കണ്ടില്ല. ഞാനിതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് ഓഡ്രി ട്രൂഷ്ക എന്ന് പേരായിട്ടുള്ള അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു ചരിത്ര ഗവേഷക, അവരുടെ PhD ഡെസർട്ടേഷൻ ഇന്ത്യൻ മുഗൾ കോർട്ടിലെ സംസ്കൃതത്തെക്കുറിച്ചാണ്. സാൻസ്ക്രിറ്റിൻ്റെ മുഗൾ കോർട്ട് എന്നാണ്. അതിലെ ഒരു ചാപ്റ്ററാണ് അക്ബേഴ്സ് മെനി മഹാഭാരതാസ് എന്ന് പറഞ്ഞ്. അക്ബറുടെ കൊട്ടാരത്തിലാണ് ഈ പരിഭാഷ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് 100-ലധികം പഠനങ്ങളെങ്കിലും അതിനു മുമ്പ് ഞാൻ മഹാഭാരതത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നിൽ പോലും ആദ്യമായി ഇന്ത്യയിലുണ്ടായ സമ്പൂർണ്ണ മഹാഭാരത വിവർത്തനം ചർച്ചാ വിഷയമല്ല. ഇപ്പോഴും ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇത് അറിയുമെന്ന് എനിക്കറിയാനും വയ്യ. മഹാഭാരതത്തിൻ്റെ ആദ്യ പൂർണ്ണ വിവർത്തനം വന്നത് പേർഷ്യൻ ഭാഷയിലാണെന്ന്. ഉപനിഷത്തുകൾ ആദ്യം പുറത്തേക്ക് പോകുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. ദാരാ ഷുക്കോവ്. ഞാൻ പറഞ്ഞത് പേർഷ്യ എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ആഴത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒന്നാണ് പേർഷ്യൻ കൾച്ചർ എന്ന് പറയും. നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും നമ്മുടെ സംഗീതത്തിലും നൃത്തത്തിലും ഇപ്പോൾ കഥക്ക് എന്നൊക്കെ പറയുന്നത് പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഉറുദുവിൽ പേർഷ്യൻ പദങ്ങളുടെ എത്രയെങ്കിലും സ്വാധീനമുണ്ട്. നമ്മുടെ സംഗീതം അടിമുടി പേർഷ്യനായ സ്വാധീനത്തിൻ്റെ കീഴിലാണ്. ഇങ്ങനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭക്ഷണക്രമങ്ങളുടെയും ഒക്കെ തലങ്ങളിലുള്ള ഈ വലിയ ഒരു പങ്കുവയ്പ്പിൻ്റെ ചരിത്രത്തെ, അല്ലെങ്കിൽ സത്താപരമായ ഒരു ബഹുത്വത്തെ നാം നിരസിക്കുകയും ദേശീയഭൂതം എന്ന് പറയുന്നത്, നാഷണൽ പാസ്റ്റ് എന്ന് പറയുന്നത് അത് ബ്രാഹ്മണികമാണ് എന്നത് ഉറപ്പിക്കുകയും ചെയ്തു. ഇതിനെ പൊളിറ്റിക്കൽ ഡൊമൈനിൽ ഈ ബ്രാഹ്മണിക വ്യവസ്ഥയെ ചലഞ്ച് ചെയ്യാനായിട്ട് ഏറെക്കുറെ ഗാന്ധിയുടെ ഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ ഗാന്ധിക്ക് പോലും ഈ സാംസ്കാരികം എന്ന് വിളിക്കാവുന്ന ഭൂതകാല സന്ദർഭത്തെ അഴിക്കാൻ പറ്റിയില്ല. ഗാന്ധി ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അഹിംസയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ചിലതൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ സാംസ്കാരിക തലത്തെ മതനിരപേക്ഷമാക്കാൻ, ഞാൻ മതനിരപേക്ഷം എന്നുള്ള വാക്ക് ആധുനിക പദം ഉപയോഗിക്കുന്നതിന് പകരം അതിലടങ്ങിയിട്ടുള്ള പ്ലൂരാലിറ്റിയെ സ്ഥാപിച്ചെടുക്കാൻ, അതിൻ്റെ ബഹുത്വത്തെ, അതിലെ പങ്കുവയ്പ്പിനെ, കലർപ്പ് എന്നുള്ളതിനേക്കാൾ നല്ലത് പങ്കുവയ്പ്പ് എന്നാണ്. ആ പങ്കുവയ്പ്പിനെ സ്ഥാപിച്ചെടുക്കാനായിട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനോ ദേശീയതാ സങ്കല്പത്തിനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദേശീയതയ്ക്കുള്ളിൽ തന്നെ ഹിന്ദുത്വത്തിൻ്റെ ഒരു സാംസ്കാരിക മൂലധനം എല്ലാ കാലത്തും ഒളിച്ചു കിടക്കും. ഈ സാംസ്കാരിക മൂലധനത്തെ കണ്ടെടുക്കാനോ ചലഞ്ച് ചെയ്യാനോ വാസ്തവത്തിൽ നമ്മുടെ സെക്യുലർ ശ്രമങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണങ്ങളിൽ ഒന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മൾ ഈ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യൽ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കമ്മ്യൂണൽ ഐഡിയോളജിയുടെ മാനിഫെസ്റ്റേഷൻസായ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ എതിർക്കും, ബ്രാഹ്മണ്യത്തിൻ്റെ ആശയവ്യവസ്ഥയെ എതിർക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യമുന്നണി ഉണ്ടാക്കും. ഇതൊന്നും പക്ഷേ ഈ പ്രശ്നത്തെ അട്ടിമറിക്കില്ല. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാണെന്ന് കരുതുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് ദേശീയഭൂതം, നാഷണൽ പാസ്റ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു ഹിന്ദുത്വപരമായ ഉള്ളടക്കത്തെ നിരസിക്കാൻ പറ്റില്ല. അങ്ങനെ നിരസിക്കാൻ പറ്റാത്തിടത്തോളം കാലം വാസ്തവത്തിൽ ഇത് പല നിലയിൽ തുടരും. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായി പരാജയപ്പെട്ടാലും ഹിന്ദുത്വം പരാജയപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കണമെന്ന് അറിഞ്ഞൂടാ, ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് 3-4 സീറ്റാണ് കിട്ടിയത്. ഹിന്ദു മഹാസഭയ്ക്ക് ആകമാനം 4 സീറ്റാണ് കിട്ടിയത്. വലിയ തോതിൽ പൊറോട്ടടിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ് ഉള്ളത്. അവിടെ നിന്ന് 200 സീറ്റിലേക്കോ 300 സീറ്റിലേക്കോ ഹിന്ദുത്വ രാഷ്ട്രീയം ഒറ്റ കുതിപ്പിന് എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കുതിപ്പിന് പാകമായ ആഭ്യന്തര ഊർജം അടിത്തട്ടിലുണ്ട് എന്നുള്ളതാണ്. ഈ സംസ്കാരം എന്ന വാക്കൊന്നും വേണമെങ്കിൽ പറയണമെന്നില്ല, ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ ബ്രാഹ്മണീകരണത്തിൻ്റെയും ഹിന്ദുത്വവൽക്കരണത്തിൻ്റെയും യുക്തിയെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ചലഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു പ്രയാസമില്ല. കാരണം ഇന്ത്യൻ ഭൂതകാലം, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ അടിസ്ഥാന ജനത എന്ന് പറയുന്നത് 6000 കൊല്ലം മുമ്പ് കുടിയേറിയ ആദിമ വിഭാഗമാണ്. അവരിന്ന് അവശേഷിക്കുന്ന ആൻഡമാനിൽ മാത്രമാണ്. ആൻഡമാനിലെ ഗോത്രവാസികൾ മാത്രമാണ് ആ കുടിയേറ്റത്തിൻ്റെ ഇന്നത്തെ തുടർച്ചക്കാർ. അതിനുശേഷമുണ്ടായ 3 കുടിയേറ്റങ്ങൾ, അതുപോലെ കിഴക്കൻ ഏഷ്യയിൽ നിന്ന്
വടക്കൻ ഏഷ്യയിൽ നിന്ന്, പിന്നീട് മധ്യേഷ്യയിൽ നിന്നുള്ള ആര്യന്മാർ. ഈ 3 കുടിയേറ്റങ്ങളും ആ കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ട ജനതയുടെ പിൽക്കാല കലർപ്പുകളുമാണ് ഇന്ത്യ. അല്ലാതെ ശുദ്ധ ഇന്ത്യ എന്ന് പറയുന്നത് നരവംശപരമായി സാധ്യമേ അല്ല. അങ്ങനെ ഒന്നില്ല. ഉള്ളതിലേറ്റവും ശുദ്ധം ആൻഡമാനിലെ ആദിവാസികളാണ്. ഇനി ശുദ്ധി തേടി പോയാൽ അവിടെ എത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ അടിസ്ഥാന ജനത മുതൽ ഭക്ഷണശീലത്തിലോ വസ്ത്രശീലത്തിലോ, ഇപ്പം നമ്മുടെ ചുരിദാറ് ഇൻഡോ പാർത്തിയന്മാർ കൊണ്ടുവന്നതാ. അവരുടെ വസ്ത്രധാരണ രീതിയാണ് ഈ കുർത്തയായിട്ടും കാൽമടമ്പോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രമായിട്ടൊക്കെ മാറുകയും പിന്നീട് അത് പരിഷ്കരിച്ച് ഇന്ത്യൻ വസ്ത്രമാവുകയും ചെയ്തു. ഇങ്ങനെ നമ്മുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ആചാരത്തിലും ഉപചാരത്തിലും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഉൾച്ചേർന്നിരിക്കുന്ന ആഴമേറിയ വൈവിധ്യത്തെ നമ്മുടെ ജീവിതബോധത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റിയോ? ഞാൻ പറയുന്നത് സെക്യുലർ എന്ന് പറയുന്നത്, പ്ലൂരൽ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്രിമമായി എവിടെ നിന്നെങ്കിലും കെട്ടിയിറക്കേണ്ട സാധനമല്ല, നമ്മളാണ്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. നാമായിരിക്കുന്നതിൻ്റെ പേരാണ് സെക്യുലറാണ് എന്നത്, നാമായിരിക്കുന്നതിൻ്റെ പേരാണ് പ്ലൂരലാണ് എന്നത്. അല്ലാതെ നാം മതാത്മകമാണെന്നോ ഏകാത്മകമാണെന്നോ കരുതുന്നതാണ് അടിസ്ഥാനപരമായി ചരിത്രവിരുദ്ധം. അതുകൊണ്ട് സെക്യുലർ എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യൽ, പല പാരമ്പര്യങ്ങൾ കലർന്ന് പങ്കുവച്ചുണ്ടായ ഒരു ജീവിത മൂല്യം എന്ന ആശയം, അത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിപ്പടവിലുള്ള ഏറ്റവും പ്രബലമായ ഘടകമാണ്. ആ അടിസ്ഥാന വസ്തുതയെ പക്ഷേ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനോ ദേശീയതാ വ്യവഹാരത്തിനോ നമ്മുടെ ആധുനിക ബോധ്യമാക്കി മാറ്റാൻ ഏറെയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ കഴിവ് ആർജിക്കാത്തിടത്തോളം കാലം ഹിന്ദുത്വത്തിൻ്റെ വർഗീയതയുടെ വേരുകൾ നമുക്ക് പൊട്ടിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പിൻ്റെ വഴി നിശ്ചയമായി ഞാൻ ആദ്യം പറഞ്ഞ പൊളിറ്റിക്കൽ ഫ്രണ്ടിലെയും അതുപോലെ ഓർഗനൈസേഷണൽ ഫ്രണ്ടിലെയും ഐഡിയോളജിക്കൽ ഫ്രണ്ടിലെയും സമരങ്ങൾ പ്രധാനമാണ്. ആ സമരങ്ങളെ പക്ഷേ ഈ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സിൻ്റെ അടിസ്ഥാന സ്വഭാവത്തുമായി ബന്ധിപ്പിച്ച് നമ്മുടെ പ്ലൂരാലിറ്റിയെ നമ്മൾ തന്നെ തിരിച്ചറിയണം. കൽപ്പറ്റ നാരായണ മാഷ് കവിതയിൽ പറയുന്നൊരു വരിയുണ്ട്, ഒരാളും ഉടനീളം ഒരാളല്ല. എന്നിട്ട് അദ്ദേഹം അടുത്ത വരി പറയും, കള്ളൻ തൻ്റെ വീട്ടിൽ കള്ളനല്ല. അവനവൻ്റെ വീട്ടിൽ കള്ളനല്ലല്ലോ, കിടന്നുറങ്ങുകയല്ലേ. വേറൊരാളുടെ വീട്ടിൽ പോകുമ്പോൾ കള്ളനാവുന്നത്. അതുകൊണ്ട് ഒരാളും ഉടനീളം ഒരാളല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാരമ്പര്യം ഒരു പാരമ്പര്യമല്ല, നമ്മുടെ പാരമ്പര്യത്തിലുള്ളത് ഒരു ധാരയല്ല, അനവധിയായ ധാരകളുടെ ആകത്തുകയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മളൊരു ജനത എന്ന നിലയ്ക്ക് എപ്പോഴാണോ സ്വയം തിരിച്ചറിയുന്നത്, അപ്പോൾ സാഹോദര്യം എന്നത്, സമഭാവന എന്നത് നമ്മുടെ അടിസ്ഥാന ആശയമായിട്ട് മാറും. അതിനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം.